ആമീൻ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഏറ്റവും വേദനാജനകമായ ഒരു സംഭവം ആണ് ഇപ്പോൾ നമുക്ക് ചർച്ചയാക്കാനുള്ളത്. വയനാടിലെ ഉരുൾപൊട്ടൽ. അതിൽ നിന്ന് നമുക്ക് എന്ത് പാഠമാണ് ഉൾക്കൊള്ളാനുള്ളത്? ഒന്നും ഒലിച്ചു പോകാത്ത ഒരു ജീവിതം, ആ ജീവിതമാണ് പരലോകം എന്നുള്ളത്. അതായത് നാം ഈ ലോകത്ത് വെച്ച് സമ്പാദിച്ചു കൂട്ടുന്ന എല്ലാ നന്മകളും ഒലിച്ചു പോകില്ല. പരലോക ജീവിതത്തിൽ അവശേഷിക്കുന്നത് നമ്മുടെ നന്മകൾ മാത്രമായിരിക്കും. അള്ളാഹു ഖുർആനിലൂടെ പല തവണ ആവർത്തിച്ച് പറയുന്നുണ്ട്, ഈ ലോക ജീവിതമെന്ന് പറയുന്നത് നശ്വരമാണ്. ഈ ലോക ജീവിതത്തിലെ സന്താനങ്ങളും സമ്പത്തും എല്ലാം ഐഹിക വിഭവം മാത്രമാണ്. നിങ്ങൾ അതുകണ്ട് സന്തോഷിക്കേണ്ട. ഒരു മഴ വന്ന് ആ മഴയിൽ നമ്മുടെ കൃഷിയെല്ലാം ഒലിച്ചു പോകുന്നത് പോലെ തന്നെ നാം സമ്പാദിച്ചു കൂട്ടിയ സമ്പത്തും സന്താനങ്ങളും എല്ലാം ഒലിച്ചു പോകുമെന്ന് നമ്മളോട് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നിട്ടും നമ്മൾ കണക്ക് കൂട്ടുന്നു, ഇത് ഇന്ന് നശിക്കില്ല, ഇനിയും ദിവസങ്ങളുണ്ട്, ഇനിയും മാസങ്ങളുണ്ട് എന്ന്. നാം ഒരിക്കലും മുഅ്മിനെ സംബന്ധിച്ച്, മുസ്ലിമിനെ സംബന്ധിച്ച് നാം ഒരിക്കലും അങ്ങനെ ധരിച്ചുകൂടാ. അള്ളാഹു പറയുന്നില്ല, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്ത് ദുനിയ, ഈ ലോക ജീവിതത്തിലെ വെറും വിഭവമാണ് സന്താനങ്ങളും സമ്പത്തും എന്നുള്ള കാര്യം. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായിട്ടുള്ളത്, പ്രതിഫലം കിട്ടുന്നത് നിങ്ങൾ ചെയ്യുന്ന ബാക്കിയാത്ത് സ്വാലിഹാത്താണ്, നല്ല സൽക്കർമ്മങ്ങളാണ് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലമായിട്ടുള്ളതും അവിടെ ഒരു മുതൽക്കൂട്ടായിട്ടുള്ളതും. ആ ജീവിതത്തിന് വേണ്ടിയായിരിക്കണം നമ്മുടെ ഈ ഐഹിക ജീവിതം നമ്മൾ ജീവിച്ചു കൂട്ടേണ്ടത്. അങ്ങനെ ആയിരിക്കണം നാം ജീവിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഒരു വഴിയാത്രക്കാരനെ പോലെ ആയിരിക്കണം നിങ്ങളുടെ ജീവിതത്തിലെ ഈ ലോക ജീവിതം. അപ്പോൾ ഈ ലോക ജീവിതം എന്ന് പറയുന്നത് നാം വിശ്രമിക്കുന്ന ഒരു മരത്തണലിൽ കുറച്ചു നേരം വിശ്രമിക്കുന്ന അത്രയും സമയം മാത്രമാണ് ഈ ലോകത്ത് നമുക്ക് ജീവിക്കാനുള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ ജനങ്ങളോട് ഓർമ്മിപ്പിച്ചു, നിങ്ങൾ പ്രദോഷം വന്നാൽ നിങ്ങൾ പ്രഭാതത്തെ കരുതണ്ട, പ്രഭാതത്തിൽ നിങ്ങൾ പ്രദോഷത്തെയും കരുതണ്ട, നിങ്ങൾ അടുത്ത നിമിഷത്തിൽ മരണപ്പെടുമെന്ന് വിചാരിച്ച് നിങ്ങൾ ജീവിക്കുക. ഒരു കബറാളിയെ പോലെ നീ ഇപ്പോൾ കബറിലാണ് എന്ന് ഓർത്തുകൊണ്ട് ജീവിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ നാം ജീവിക്കുന്ന ഓരോ നിമിഷവും അടുത്ത നിമിഷം ഞാൻ കബറിലായിരിക്കും, അടുത്ത നിമിഷം എൻ്റെ ജീവിതം അവസാനിച്ചിരിക്കുമെന്ന് കരുതിക്കൊണ്ട് വേണം ജീവിക്കാൻ. നമ്മുടെ വയനാട്ടിലെ സംഭവം അതാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അവരാരും പ്രതീക്ഷിച്ചിരുന്നില്ല, എൻ്റെ കുട്ടികൾ, എൻ്റെ സന്താനം, എൻ്റെ വിഭവം, എൻ്റെ സമ്പത്തെല്ലാം ഒലിച്ചു പോകുമെന്ന്. അവർ അധ്വാനിച്ച് കൂട്ടിയ അവരുടെ 50-60 പവൻ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടമാകുന്നു. അവർ സമ്പാദിച്ചു കൂട്ടിയ, അവർ ഓരോ ദിവസവും അവർ ചോര നീരാക്കിയ എല്ലാ സമ്പത്തും നശിച്ചു പോവുകയാണ്. അവരുടെ വീടുൾപ്പെടെ അവിടെ താമസിക്കാൻ സ്ഥലമില്ലാതെ, അല്ലെങ്കിൽ അവരുടെ ഉമ്മയും വാപ്പയും മക്കളും നഷ്ടപ്പെട്ടുകൊണ്ട് അവർ കൺ തുറക്കുമ്പോൾ കാണുന്ന അതാണ്. നമ്മുടെ മനസ്സിൽ ഇതൊരു ഓർമ്മയാവണം, നമുക്ക് അനുഭവമാവണം. നാം ജീവിക്കേണ്ടത് പരലോകത്തിന് വേണ്ടിയാണ്. ഒന്നും ഒലിച്ചു പോകാത്ത ഒരു ജീവിതത്തിന് വേണ്ടിയായിരിക്കണം നാം ജീവിക്കേണ്ടത്. ഒരു വഴിയാത്രക്കാരനെ പോലെ നമ്മെ എല്ലാവരെയും അള്ളാഹു ഏറ്റവും നല്ല അമലുകൾ ചെയ്യാൻ, സ്വാലിഹാത്ത അമലുകൾ ചെയ്യാൻ നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ബാഹ്റ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.